ഹലോ ഫ്രണ്ട്സ്, മിക്കു റോക്ക്നാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെയാണ് നമ്മുടെ കൊല്ലം പൂരം എന്നുള്ള രീതിയിൽ നമുക്ക് കൊല്ലം കലോത്സവം കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം നമ്മുടെ കൊല്ലം നഗരസഭയുടെ ആ ഒരു ക്ലീനിങ്ങും മറ്റ് സംഭവങ്ങളൊക്കെയാണ് ഈ ഒരു വിഷ്വൽസിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. കൊല്ലം ആശ്രമം മൈതാനത്തിൽ നമ്മുടെ ഫെസ്റ്റിവൽ കഴിഞ്ഞതിന് ശേഷം ആ ഒരു ക്ലീനിങ്ങും മറ്റ് കാര്യങ്ങളൊക്കെയാണ് ഗൈസ് നിങ്ങളിപ്പോൾ കാണുന്നത്. നമ്മുടെ കൊല്ലം നഗരസഭയാണെങ്കിൽ വളരെ ആക്റ്റീവായിട്ട് തന്നെ അതായത് രാവിലെ വേസ്റ്റും എല്ലാ സംഭവങ്ങളും ചപ്പുചവറുകളൊക്കെ എടുക്കാൻ വേണ്ടി സംഭവം വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സ്റ്റേജ് പൊളിക്കലും അതോടനുബന്ധിച്ചിട്ടുള്ള വിഷ്വൽസൊക്കെയാണ് കേസ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടെ പങ്കുവയ്ക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. ഈ ഒരു സൈഡൊക്കെ ആണെങ്കിൽ സ്റ്റേജൊക്കെ ഉണ്ടായിരുന്നു. ആ സ്റ്റേജും ചപ്പുചവറുകളൊക്കെ ആണെങ്കിൽ എല്ലാം ക്ലീൻ ചെയ്യുന്നത് കാണാൻ പറ്റുന്ന ചേച്ചിമാരൊക്കെ എന്തുമാത്രം വേസ്റ്റ് നോക്കിയാണ്. അപ്പോൾ ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള വലിയ വലിയ ഇവൻറ്റ്സൊക്കെ നടക്കുന്ന സമയത്താണെങ്കിൽ വേസ്റ്റ് ഡിസ്പോസൽ കറക്റ്റായിട്ട് നമ്മളിതുപോലെ പ്ലാസ്റ്റിക്കും പേപ്പർ വേസ്റ്റിലൊക്കെ കറക്റ്റായിട്ട് ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയുള്ള അതിന് വേണ്ടിയുള്ള ഒരു പെർമനൻറ്റ് സൊല്യൂഷനും കൂടെ എടുക്കണം എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. ഹരിതകർമ്മസേന വേസ്റ്റ് സംഭവങ്ങൾ എടുക്കാൻ ഇഷ്ടംപോലെ വേസ്റ്റുകളുണ്ട്. അപ്പുറം സൈഡൊക്കെ വേസ്റ്റൊക്കെ നോക്കിയാൽ ഫുഡ് വേസ്റ്റൊക്കെ ആണെങ്കിൽ ഇഷ്ടംപോലെ ഉണ്ട്. ഈ ഫുഡ് വേസ്റ്റിലൊക്കെ ഉണ്ട് പാനിപ്പൂരി ഇതൊക്കെ ഇവിടെ സംഭവം സ്റ്റാളിട്ട ആൾക്കാരാണെങ്കിൽ എടുത്തിട്ട് പോകേണ്ടതാണ്, അവരുടെ ഫുഡ് തന്നെയല്ലോ. അതോടൊപ്പം തന്നെ ബണ്ടിൽ കണക്ക് ഇതൊക്കെ ആണെങ്കിൽ ഫുഡ് സ്റ്റാൾസൊക്കെ നടത്തുന്ന ആൾക്കാരാണെങ്കിൽ സംഭവം അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ് സംഭവം എടുക്കുക എന്നുള്ളതുണ്ട്. ഇഷ്ടംപോലെ പേരാണ് ഇപ്പോൾ ചേച്ചിമാരൊക്കെ ആണെങ്കിൽ സംഭവം ഫുഡ് വേസ്റ്റൊക്കെ എടുക്കാൻ വേണ്ടിയൊക്കെ നിൽക്കുന്നുണ്ട്. ഓക്കെ, പ്ലാസ്റ്റിക് വേസ്റ്റുകളൊക്കെ ആണെങ്കിൽ സെപ്പറേറ്റ് എടുക്കുന്നുണ്ട്. അത് കൂടാതെ അല്ലാത്ത വേസ്റ്റുകളൊക്കെ സെപ്പറേറ്റ് ആയിട്ട് എടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ കുറച്ചും കൂടെ ഗ്രൗണ്ടിലോട്ട് വരുന്ന സമയത്ത് ഇവിടെ ഒരു ഹെലിപ്പാഡുള്ള സ്ഥലമുണ്ടല്ലോ, ആ ഒരു സ്ഥലത്താണെങ്കിൽ അത്യാവശ്യം കുറച്ച് കൂടുതലായിട്ട് ക്ലീനിങ്ങും മറ്റ് സംഭവങ്ങളൊക്കെ നടക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഹരിതകർമ്മസേന ക്ലീനിങ് സംഭവങ്ങളൊക്കെ നടത്തുന്നതാണ് ദിവസങ്ങൾ പോയി കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താ ഒരു ചേച്ചിയാണെങ്കിൽ ക്ലീനിങ് ചെയ്യുന്നുണ്ട്. ചെറിയ ഉന്തുവണ്ടിയിലാണെങ്കിൽ വേസ്റ്റൊക്കെ ആണെങ്കിൽ സെഗ്രിഗേറ്റ് ചെയ്ത് കളക്ട് ചെയ്തിട്ട് എടുത്തുകൊണ്ട് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ കൊല്ലം ആശ്രമം ഗ്രൗണ്ടിൽ ആ ഒരു മെയിൻ സ്റ്റേജ് ഉണ്ട്. അതെല്ലാം സംഭവം സ്കൂൾ കലോത്സവം കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ എല്ലാം പൊളിച്ചുകൊണ്ട് പോകുന്ന ആ ഒരു വിഷ്വൽസാണ് ഗൈസ് നിങ്ങളിപ്പോൾ കാണുന്നത്. പതിവായിട്ട് പഴയതുപോലെ തന്നെ ജോഗിങ്ങിനും മറ്റ് എക്സസൈസും മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ആൾക്കാരൊക്കെ നമുക്ക് ഇവിടെ നിൽക്കുന്നത് കാണാൻ വേണ്ടി പറ്റും. അതോടൊപ്പം തന്നെ സ്റ്റേജൊക്കെ ആണെങ്കിൽ ഓരോ പോർഷൻ വൈസായിട്ട് സംഭവം ഇതിവിടെ നിന്ന് റിമൂവ് ചെയ്യുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഗൈസ്. ഈ ഫ്രണ്ടിൽ ഈ ഒരു സംഭവങ്ങളൊക്കെ ആണെങ്കിൽ വർക്കാണ് കേട്ടോ. ഇതൊക്കെ ആണെങ്കിൽ അവർ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ സംഭവം റിമൂവ് ചെയ്യുള്ളൂ. കട്ടിയുള്ളതാണ് കേട്ടോ, തടിയിലുള്ള സംഭവമാണ്. അപ്പോൾ ഇത് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ റിമൂവ് ചെയ്യുള്ളൂ. അപ്പുറം സൈഡൊക്കെ ആണെങ്കിൽ റിമൂവൽ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ആ മനോഹരമായിട്ടുള്ള സ്റ്റേജ്. നമ്മുടെ മഹാനടൻ മമ്മൂട്ടി അടക്കം ഇഷ്ടംപോലെ പേര് വന്നത് ഈ ഒരു സ്റ്റേജിലാണ്. അപ്പുറം സൈഡൊക്കെ റിമൂവൽ നടക്കുന്നത് കാണാൻ വേണ്ടി പറ്റും ഗൈസ്. അതോടൊപ്പം തന്നെ നമുക്ക് ആ മീഡിയാസൊക്കെ ഉണ്ടായിരുന്നു, ഓരോ ചാനലുകാരുടെ ചെറിയ ചെറിയ തട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. തട്ടുകളല്ല, അവരുടെ ആ ഒരു വിഷ്വൽസൊക്കെ എടുക്കാൻ വേണ്ടിയൊക്കെ ചെറിയ ചെറിയ തട്ടുകൾ പോലെ സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെയാണ് ആ ഒരു സൈഡിലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അവിടെയൊക്കെയാണെങ്കിൽ ആക്ച്വലി ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് വരുന്ന സമയത്ത് ഇത് വന്നിട്ട് ആക്ച്വലി പോലീസിൻ്റെ ഹെൽപ്പ് ഡെസ്ക്കാണ്. പോലീസിൻ്റെ ഹെൽപ്പ് ഡെസ്കിൻ്റെ ഈ ഒരു സൈഡിൽ കുറച്ച് കൂടുതലായിട്ട് വെള്ളത്തിൻ്റെ പരിപാടികളൊക്കെ കൊടുക്കുന്ന ഒരു സെഷനായിരുന്നു. അവിടെയും ഇഷ്ടംപോലെ വേസ്റ്റൊക്കെ ആണെങ്കിൽ സംഭവം എല്ലാ സംഭവം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഡിസ്പോസ്
ചെയ്യാൻ വേണ്ടിയാണ്. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് വരുന്ന സമയത്ത് ഇവിടെയാണ് കുറച്ചും കൂടെ സ്നാക്സിൻ്റെ കടകളും കുറച്ച് 2-3 ജ്യൂസ് ബാറും ചായക്കടയൊക്കെ ഉണ്ടായിരുന്നത് ഈ ഒരു സൈഡിലായിട്ടാണ്. അവിടെ കുറച്ച് കൂടുതലായിട്ട് വേസ്റ്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു വേസ്റ്റൊക്കെ ആണെങ്കിൽ സംഭവം എന്താ ഇവിടെ നിന്ന് ചേച്ചിമാരാണെങ്കിൽ ഇതാ എടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ഗൈസ്. അപ്പോൾ അതും കൂടെ നമ്മളൊന്ന് കാണിച്ചു തരാം. പ്ലാസ്റ്റിക് ഫുഡ് വേസ്റ്റുകളൊക്കെയാണ് ഇഷ്ടംപോലെ ഉള്ളത്. ഇപ്പോൾ അതൊക്കെയാണ് ആക്ച്വലി ചേച്ചിമാരാണ് ഇത് അവിടെ എടുക്കുന്നുണ്ട്. ഹരിത കർമ്മസേനയാണ്. മാത്രം വേസ്റ്റ് ഉണ്ട്. സെപ്പറേറ്റ് ചെയ്ത് പ്ലാസ്റ്റിക് വേസ്റ്റ് സെപ്പറേറ്റ് ആയിട്ട് എടുക്കുന്നു, അല്ലാതെ ഫുഡ് വേസ്റ്റ് വന്നിട്ട് സെപ്പറേറ്റ് ആയിട്ട് എടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ വണ്ടിയിലാണെങ്കിൽ ഇതാ ചേട്ടനാണെങ്കിൽ ഇതാ സംഭവം നിറച്ച് സംഭവം കോർപ്പറേഷൻ കൊല്ലം നഗരസഭയുടെ കെയർ ഓഫിൽ രാവിലെ തന്നെ ക്ലീനിങ്ങിൻ്റെ പരിപാടികളൊക്കെ നടക്കുന്നതാണ് കേസ് നിങ്ങളിപ്പോൾ കാണുന്നത്. കൊല്ലം കോർപ്പറേഷൻ്റെ വണ്ടി ഈ സൈഡിലേക്കാണെങ്കിൽ സംഭവം ഫുള്ളും ക്ലീനിങ്ങും സംഭവങ്ങളൊക്കെ പ്രോപ്പറായിട്ട് സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഫുഡ് വേസ്റ്റുകളൊക്കെയാണ് ഇഷ്ടംപോലെ ഉള്ളത്. അതൊക്കെ ആണെങ്കിൽ ആ ഒരു സൈഡിലേക്കാണെങ്കിൽ ഇഷ്ടംപോലെ ഒരു ആക്റ്റീവായിട്ട് സംഭവം നിന്ന് എടുക്കുന്നുണ്ട്. ഞങ്ങള് പ്ലാസ്റ്റിക്കിനോട് അഴുകി ചേർന്ന് പോയി. ഇതുപോലുള്ള വലിയ ഫുഡ് ഫെസ്റ്റിവലായാലും ശരി, കൊല്ലം പൂരമായാലും ശരി, യൂത്ത് ഫെസ്റ്റിവലായാലും എന്തായാലും ശരി, ഈ ഫ്രൂട്ട്സൊക്കെ കണ്ട ആൾക്കാർ എടുത്ത് ഇട്ടിരിക്കുന്നുണ്ട ഇഷ്ടംപോലെ ഉണ്ട് പാത്രങ്ങൾ. അവരൊക്കെ ഉപയോഗിച്ച സാധനങ്ങൾ ഒന്നുകിൽ പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യുക, അല്ല എങ്കിലാണെങ്കിൽ അവരവർ ഉപയോഗിച്ച സാധനങ്ങൾ വീട്ടിലോട്ട് കൊണ്ടുപോകുന്നത് കുറച്ചും കൂടെ നന്നായിരിക്കും. കണ്ട ഇഷ്ടംപോലെ ഫുഡ് വേസ്റ്റുകളൊക്കെയാണ് ഇവിടെ കാണാൻ പറ്റും. ഫുഡിൻ്റെ എക്സ്പോ നടന്നത് അല്ലെങ്കിൽ ഫുഡിൻ്റെ കുറച്ച് സ്റ്റാൾസൊക്കെ ഉള്ളതായിരുന്നത് ഏറ്റവും ഫ്രണ്ട് ഗേറ്റിൻ്റെ ആ ഒരു സൈഡിലായിട്ടാണ്. ആ ഒരു സൈഡിലാണെങ്കിൽ കുറച്ച് കൂടുതൽ ചപ്പ് ചവറുള്ളത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതൊക്കെയാണെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് തന്നെയാണ് നമ്മൾ എവിടെയാണെങ്കിൽ ക്ലീനിങ് ഒക്കെ ആണെങ്കിൽ ചേച്ചിമാർ നടക്കുന്നത്. ഇഷ്ടംപോലെ പ്ലാസ്റ്റിക് കവേഴ്സ് ഉണ്ട് കേട്ടോ. നമ്മൾ ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ നടക്കുമ്പോഴേക്കും വേസ്റ്റ് ഡിസ്പോസിബിൾ കറക്റ്റായിട്ട് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടെ മെയിനായിട്ട് ഡിമാൻഡ് ചെയ്യുന്നത്. ഇവിടെയാണെങ്കിൽ അതുപോലെ സ്നാക്സിൻ്റെ കട ഉണ്ടായിരുന്നുണ്ട്. അതൊക്കെ ആണെങ്കിൽ വാഴയും പഴത്തിൻ്റെ ഒക്കെ ആണെങ്കിൽ വേസ്റ്റൊക്കെ ആണെങ്കിൽ നമുക്കത് ഒരു സൈഡിൽ പ്രോപ്പറായിട്ടുള്ള ഡിസ്പോസിബിൾ കറക്റ്റായിട്ട് ചെയ്യുക. അതിൻ്റെ പേരിലുള്ള പ്രശ്നങ്ങളാണ്. അപ്പുറത്തൊക്കെ ആണെങ്കിൽ തട്ടുകളൊക്കെ ആണെങ്കിൽ പൊളിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും.